Good morning students, welcome back to my video class. Next question is want to explain now. Question number 4. The picture shows that the part of the circle centered in each vertices of a equilateral triangle and passing through the other two vertices. What is the perimeter of this figure? What is the perimeter of this figure? ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ ഒരു സർക്കിളിന്റെ പാർട്ടാണ്. ആ പാർട്ട് വരയ്ക്കുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ വൺ വെർട്ടെക്സ് നിന്ന് വരയ്ക്കുന്ന സർക്കിളിന്റെ പാർട്ട് പാസ് ത്രൂ ദ അതർ ടു വെർട്ടിസസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഈ ഇവിടെ വെച്ചിട്ട് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിളിന്റെ പാർട്ട് വരയ്ക്കാൻ, അത് പാസ് ത്രൂ ദ അതർ ടു വെർട്ടിസസ്. അതുപോലെ അടുത്ത പാർട്ട് വരയ്ക്കാം. ഇത് സെന്റർ ആക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അടുത്ത പാർട്ട് ഇങ്ങനെ വരയ്ക്കും. പാർട്ട് സെക്കൻഡ് പാർട്ടാണ്. അതുപോലെ ഇത് വെർട്ടെക്സ് ആക്കിക്കൊണ്ട് തേർഡ് പാർട്ടും വരയ്ക്കാം. അങ്ങനെ 3 പാർട്സ് വരച്ചിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ ആണ് ചോദിച്ചത്. അപ്പൊ ഇതൊരു സർക്കിൾ അല്ല വരിക, ഒരു ഷേപ്പ് വേറെ മാറിയിട്ടാണ് വരിക. സർക്കിളിലാണ് വെച്ചിട്ട് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇതാണ് പാർട്ട് വരച്ചത്, സർക്കിളിന്റെ പാർട്സ് ആണ്. സർക്കിളിന്റെ പാർട്ട് എങ്ങനെയാ വരച്ചത്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ കോമ്പസ് വെച്ചിട്ട് അത് ഏതിലൂടെ പാസ് ചെയ്ത് പോകണം? അതർ ടു വെർട്ടിസസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ അങ്ങനെ 3 പാർട്ട് ഓഫ് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ചോദിക്കാറുണ്ട്, കൂടെ ഏരിയയും കൂടെ ചോദിക്കാറുണ്ട്. നമുക്ക് പെരിമീറ്റർ എന്നാണ് ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിച്ചാൽ മതി. ലെങ്ത് ഓഫ് ആർക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അങ്ങനെ എത്ര ലെങ്ത് ഓഫ് ആർക്കാണ് ഇവിടെ ഉള്ളത്? 3 ആർക്ക് ലെങ്ത് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ? x/360 ഇൻറ്റു ലെങ്ത് ആവുമ്പോൾ 2πr. എന്താണ് ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ? x/360 ഇൻറ്റു 2πr ആണ്. അപ്പൊ നമുക്ക് ആദ്യം x വേണം. ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ABC ആയതുകൊണ്ട് നമുക്കറിയാം ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. ഇക്വലാറ്റർ ട്രയാങ്കിൾ കേട്ടാൽ ആംഗിൾസ് നമ്മൾ 60 ഡിഗ്രി എഴുതി വെക്കും. ഇനി ഒരു വെർട്ടെക്സ് നമ്മൾ സർക്കിളിന്റെ പാർട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ പാർട്ട് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്കാണ്. അപ്പൊ ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ആൻ ആർക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് x/360 ഇൻറ്റു 2πr ആണ്. അപ്പൊ 2πr ആണ്. നമുക്ക് എക്സ് എന്ന ഡിഗ്രി തന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്? എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇത് ലെങ്ത്തും സൈസും തന്നിട്ടുണ്ട് 4 ആണ്. അപ്പൊ നമുക്ക് റേഡിയസും അറിയാം 4 സെന്റിമീറ്റർ ആണെന്ന്. ആംഗിൾ എക്സ് ഡിഗ്രി അറിയാം 60 ഡിഗ്രി ആണെന്ന്. അപ്പൊ നമുക്ക് 60/360 ഇൻറ്റു 2πr. 2πr എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു r എത്രയാണ്? ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്ത് മാറ്റാം. ഇനി 6ന്റെ ടേബിൾ ആണ് ചെയ്ത് നോക്കേണ്ടത്. 6ൽ 6ന്റെ ടേബിൾ 1ഉം 36ൽ 6ന്റെ ടേബിൾ 6ഉമാണ്. അപ്പൊ താഴെ 6 വന്നു. ഇനി വീണ്ടും നമുക്ക് മുകളിൽ 2 ഉണ്ട് 6 ഉണ്ട്. അപ്പൊ നമുക്ക് ആ 2 6ൽ എത്ര ടൈംസ് ആണ് പോവുക? 3 ആണ്. ബാക്കി നമുക്ക് 4π/3 ആണ്. അവിടെ എഴുതി വെക്കും 4/3π. പക്ഷെ നമുക്ക് എത്ര ആർക്ക് ലെങ്ത് ഉണ്ട് ഇവിടെ? ഒരു ആർക്ക് ലെങ്ത് AB കണ്ടുപിടിച്ചാൽ അടുത്ത ആർക്ക് ലെങ്ത് BC ഉണ്ട്, AC ഉണ്ട്. എല്ലാം ഈക്വൽ ആയതുകൊണ്ട് പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു ആർക്ക് ലെങ്ത് ഓഫ് എൻ ആർക്ക്, ലെങ്ത് ഓഫ് എൻ ആർക്ക്, ഒരൊറ്റ ആർക്കിന്റെ ലെങ്ത്. അപ്പൊ ഇവിടെ നമുക്കറിയാം 3 ഇൻറ്റു ഒരു ആർക്ക് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4/3 ആണ്.
അപ്പൊ നേരത്തെ മാതിരി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 3ഉം 3ഉം. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, 4π എന്ന് എഴുതി വെക്കാം സെന്റിമീറ്റർ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈന്റെ വാല്യൂ ഇട്ടിട്ട് വീട്ടിലിരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നല്ല ശ്രദ്ധിക്കാം. ആർക്ക് ലെങ്ത് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു ആർക്ക് ലെങ്ത് കാണാൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ആംഗിളും അറിയണം, റേഡിയസും അറിയണം. പക്ഷെ ഇവിടെ നമുക്ക് ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലായിരുന്നു ക്വസ്റ്റ്യനില്. ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കി എടുക്കാം, എക്സ് എന്നത് 60 ഡിഗ്രി ആണെന്ന് എടുക്കാം. ക്വസ്റ്റ്യനില് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ, ഇക്വലാറ്റർ ട്രയാങ്കിൾ 4 ആയതുകൊണ്ട് ഒരു വെർട്ടെക്സ് 4 സെന്റിമീറ്ററിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. ഇതാണ് റേഡിയസ് ആക്കിക്കൊണ്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് റേഡിയസ് 4 ആക്കി എടുത്തത്. ഇനി എന്താണ് സൈഡാണ് 4, അതാണ് റേഡിയസ് എന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ആർക്ക് ലെങ്ത് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് റേഡിയസ് 4 സെന്റിമീറ്റർ. അപ്പൊ ആംഗിളും കിട്ടി റേഡിയസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഒരു ലെങ്ത് കണ്ടുപിടിക്കുക, ആർക്ക് ലെങ്ത് കാണാം. പക്ഷെ ഇവിടെ ഫിഗറിൽ എത്ര ആർക്ക് ലെങ്ത് ഉണ്ട്, 3 ആർക്ക് ലെങ്ത് ആണ്. അപ്പൊ ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4π സെന്റിമീറ്റർ എന്നാണ് ആ ഫിഗറിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 5 ആണ്, 5th ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ഓഫ് എ സർക്കിൾസ് ആർ ഡ്രോൺ സെന്റർ അറ്റ് ഈച്ച് വെർട്ടിസസ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ. നമുക്ക് ഇതുവരെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു, റെഗുലർ ഒക്ടഗൺ ആണ്. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡഡ് ഫിഗർ ആണ്. ആൻഡ് എ ഫിഗർ ഈസ് കട്ട് ഔട്ട് ആസ് ഷോൺ ബിലോ. അതായത് ആ ഫിഗർ നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. കട്ട് ഔട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഫിഗർ എങ്ങനെ ഉണ്ടാവും, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ. ഫിഗറിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ പെരിമീറ്റർ കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ആർക്ക് ലെങ്ത് കാണാൻ ഉദ്ദേശം. അപ്പൊ ഫിഗർ നമുക്ക് നോക്കാം. ഒരു റെഗുലർ ഒക്ടഗൺ ആണ്. അപ്പൊ റെഗുലർ ഒക്ടഗൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡ് ഒക്ടഗൺ ആക്കി വരയ്ക്കാം. ഒക്ടഗൺ ആക്കി വരയ്ക്കാം. സൈഡ് എത്ര ഉണ്ടാവണം, ഒക്ടഗൺ 1 2 3 4 5 6 7 8 ഒക്ടഗൺ ആണ്. ഒക്ടഗൺ ആയിട്ട് അതിന്റെ പേര് കൊടുക്കാം. ABCDEFGH റെഗുലർ ഒക്ടഗൺ ആണ്. ആ റെഗുലർ ഒക്ടഗണിലെ ഒരു വെർട്ടെക്സ് സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സർക്കിൾ വരയ്ക്കണം. ഫിഗറിൽ തന്ന മാതിരി വരയ്ക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ സെന്റർ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ എല്ലാ വെർട്ടെക്സിനും ആർക്ക് വരച്ചു. ഈ സെന്ററിൽ നിന്നും വരയ്ക്കാം. അങ്ങനെ നിങ്ങൾ ലെങ്ത് ഈക്വൽ ആക്കി എടുത്താൽ റെഗുലർ ഒക്ടഗൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് വരും. ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിളാണ് വരയ്ക്കുന്നത്, ആർക്കാണ് വരയ്ക്കുന്നത്. ഓരോ വെർട്ടെക്സും സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ ആർക്ക് ലെങ്ത് വരച്ചു. ആർക്ക് ലെങ്ത് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ഔട്ട് ചെയ്തു. ഈ ആർക്കൊക്കെ കട്ട് ചെയ്തപ്പം ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. ആ ഫിഗർ എങ്ങനെയായിരിക്കും, ഇത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറാണ്. എന്തായിരിക്കും, അതായത് റെഗുലർ ഒക്ടഗൺ ആണെങ്കിൽ ഈ ഒക്ടഗണിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഫിഗേഴ്സ് എന്ത് ചെയ്യാം, റബ്ബ് ചെയ്ത് മാറ്റിയാൽ അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു ഫിഗർ കിട്ടും. ആ ഫിഗറിന്റെ എന്താണ് കാണാൻ പറഞ്ഞത്, ആർക്ക് ലെങ്ത് ആണ്. ലെങ്ത് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ ആണ് കാണുന്നത്. അപ്പം പെരിമീറ്റർ ഓഫ് ദ ഫിഗർ അതായത് റെഗുലർ ഒക്ടഗണിൽ നിന്ന് ആ ആർക്കുകൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ കിട്ടും. ഇതിന്റെ പെരിമീറ്റർ ആണ് ചോദിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഫിഗറിന്റെ പെരിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പെരിമീറ്റർ കാണാൻ ഒരു ആർക്ക് ലെങ്ത് കിട്ടിയാൽ അങ്ങനെ എത്ര ആർക്ക് ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 6 8 ആർക്ക് ലെങ്ത് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ ഒരു ആർക്ക് ലെങ്ത് ആണ് കാണുന്നത്. അപ്പൊ ആർക്ക് ലെങ്ത് കാണാൻ നമുക്ക് ഈ ആർക്ക് ലെങ്ത് കാണുമെന്ന് വിചാരിക്കാം. അപ്പൊ അത് സെന്റർ ആക്കി വെച്ചത് ഒരു വെർട്ടെക്സ് എന്നാണ്. അപ്പൊ വെർട്ടെക്സ് എന്താണ്, ഒരു ഒക്ടഗണിന്റെ ആംഗിൾ എന്തായിരിക്കും, ടോട്ടൽ ആംഗിൾ കാണാൻ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരുന്നു.
സം ഓഫ് ദ ആംഗിൾ കാണാൻ എന്താ ചെയ്യുക? സം ഓഫ് ദ ആംഗിൾ കാണാൻ എന്താ ചെയ്തെന്ന്? സം ഓഫ് ദ ആംഗിൾ കാണാൻ നിങ്ങൾ പഠിച്ചിരുന്നു. റെഗുലർ ഒബ്ജക്റ്റിന്റെ സമ്മ് കാണാൻ n-2 ഇൻറ്റു 180 ആണ്. അപ്പം n എത്ര ഇവിടെ? 8 ആണ്. 8 - 2 ഇൻറ്റു 180 ആണ്. അപ്പം അത് വരും 6 ഇൻറ്റു 180 ആണ്. അപ്പൊ 6 ഇൻറ്റു 180 ചെയ്താൽ എന്താ ആൻസർ കിട്ടും? സം ഓഫ് ദ ആംഗിൾ അല്ല നമുക്ക് വേണ്ടേ, വൺ ആംഗിൾ ആണ്. ഈച്ച് ആംഗിൾ എന്തായിരിക്കും? ഓരോ ആംഗിളും എത്രയായിരിക്കും? അതായത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം n-2 ഇൻറ്റു 180 ആണ് സമ്മ്. ആ സമ്മിനെ എത്ര ഈക്വൽ ആംഗിളാക്കി മാറ്റിയിട്ടുണ്ട്? 8 ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അപ്പൊ ഇക്വേഷൻ എന്താ വരിക? n. ഈച്ച് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് n-2 ഇൻറ്റു 180 ബൈ n ആണ്. ഇനി നിങ്ങൾക്ക് n-ന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാം. 8 2 180 ബൈ 8 ആണ്. അതിൽ 8 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 180 ബൈ 8 ആണ്. എന്നിട്ട് ക്യാൻസൽ ചെയ്താൽ മതി. ഇവിടെ 6 ഇൻറ്റു 180 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ആംഗിൾ കിട്ടും. ആ ടോട്ടൽ ആംഗിളിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ ഇവിടെ നിങ്ങോട്ട് ചെയ്താൽ മതി. ഈ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ n-2 ഇൻറ്റു 180 ബൈ n വെച്ച് ചെയ്താൽ മതി. അപ്പം n-ന്റെ സ്ഥാനത്ത് 8ഉം കൊടുത്താൽ 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇൻറ്റു 180 ബൈ 8 ആണ്. ഇനി റെഗുലർ ഒബ്ജക്റ്റിന്റെ ആംഗിൾ എന്താ വരിക? 270 ഡിഗ്രിയാണ്. അപ്പൊ 270 റെഗുലർ ഒബ്ജക്റ്റിന്റെ അതായത് 6 ആണ്. 8 - 2 6ഉം ഇൻറ്റു 180 ബൈ 8 ആണ്. 8ൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 2 ക്യാൻസൽ ചെയ്യാം. 3 ടൈംസ് ആണ്. 8ൽ 4ഉമാണ്. 4 2s are 8 ആണ്. ആ 8 നമുക്ക് എന്ത് ചെയ്യാം? 180ൽ എത്ര ആഴ്ചയാണ് പോവുക? 4 4s are 16. പിന്നെ 20 ഉണ്ടാവും. 45. 45നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 135 ഡിഗ്രി ആണ് വരിക. അപ്പോൾ ഒരു ആംഗിൾ കിട്ടി. ആ ആംഗിൾ ആണ് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടത്? എക്സ് ഡിഗ്രി. ആ സെന്റർ വെച്ചിട്ടാണ്, ആ വെർട്ടെക്സ് വെച്ചിട്ടാണ് നമ്മൾ ആർക്ക് ലിങ്ക് വരയ്ക്കുന്നത്. അപ്പൊ അത് വെച്ച് വരയ്ക്കുമ്പോൾ നമ്മുടെ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രിയാണ്. ഇനി റേഡിയസ് കിട്ടണം. നമുക്കറിയാം റെഗുലർ പെന്റകളിൽ ഫിഗറിൽ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. സൈഡ് ഓഫ് എ റെഗുലർ ഒബ്ജക്റ്റ് എത്രയാണ്? 2 ആണ്. അപ്പൊ റേഡിയസ് എത്രയായിട്ടാണ് വരിക? 1 ആണ് വരിക. അപ്പൊ റേഡിയസ് എഴുതാം. റേഡിയസ് എത്രയാണ്? 1 സെന്റിമീറ്ററും ആണ്. അപ്പൊ റേഡിയസും സെന്റർ ആംഗിളും കിട്ടിയാൽ ലെങ്ത് ഓഫ് ആർക്ക് കാണും, ആർക്ക് ലെങ്ത് കാണും. ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്താ? ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞോളൂ. x ബൈ 360 ഇൻറ്റു 2πr ആണ്. എക്സ് അറിയാം 135 ആണ്. ബൈ 360 ഇൻറ്റു 2π ഇൻറ്റു r എത്രയാണ്? 1 ആണ്. ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. 2ലും 45 പോവും. 45 പോവും. അല്ലെങ്കിൽ 2 ക്യാൻസൽ ചെയ്ത് 180 എന്ന് എഴുതാം. 180ലും 135ലും പോണ ആംഗിൾ ആണ് 45. 45 എത്ര ടൈംസ് ആണ് 180ൽ പോവുക? 4 ടൈംസും 445 എത്ര വരിക? 180 ആണ് വരിക. ഇവിടെ 45 എത്ര പ്രാവശ്യം വരും? 3 വരും. അപ്പൊ 3/4 പൈ ആണ് എന്ത് ചെയ്യാം? ഒരു ആർക്ക് ലെങ്ത് വരാം. പക്ഷെ നമുക്ക് ഇവിടെ എത്ര ആർക്ക് ലെങ്ത് ഉണ്ട്? 8 ആണുള്ളത്. അപ്പം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എത്രയായിട്ട് വരും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 8 ആർക്ക് ലെങ്ത്. 8 ഇൻറ്റു ആർക്ക് ലെങ്ത് ആണ് വരിക. നമുക്ക് 8 അറിയാം. 8 ഇൻറ്റു ആർക്ക് ലെങ്ത് ഇവിടെ എത്രയാ? 3/4 പൈ ആണ്. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇവിടെ എഴുതാം. 4. എത്ര പ്രാവശ്യമാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? 8ല് 2. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 6 പൈ ആണ് വരിക. നമ്മുടെ ആർക്ക് ലെങ്ത് എത്ര ആയിട്ട് വരും? 6 പൈ സെന്റിമീറ്റർ. അപ്പൊ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ എത്ര വരിക?
6π. ഇനി ഇതിൽ ഏരിയ ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ഏരിയ ഓഫ് സെക്ടർ കാണാം. അതിന് 8 സെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് റെഗുലർ ഒബ്ജക്റ്റിന്റെ ഏരിയ കണ്ടുപിടിക്കുക. റെഗുലർ ഒബ്ജക്റ്റിന്റെ ഏരിയയിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫിഗറിന്റെ ഏരിയ കിട്ടും. നമുക്കത് ചെയ്ത് നോക്കാം. അതും എക്സാമിന് വരാൻ സാധ്യത ഉണ്ടാവും. ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ചിലപ്പം വരാൻ സാധ്യത ഉള്ളതാണ്. എന്ത് ചെയ്യുക? ഏരിയ ഓഫ് ദ ഫിഗർ. ഏരിയ ഓഫ് ദ ഫിഗർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഏരിയ ഓഫ് ഒബ്ജക്റ്റിൽ നിന്ന് എത്ര സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി? 8 സെക്ടേഴ്സിന്റെ ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിവിടെ ഫിഗറിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് ഇത് വേണമെന്നില്ല. ഓൾറെഡി നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റിന്റെ 1 ആംഗിൾ 135 ആണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് നമുക്ക് വേണ്ട. റെഗുലർ ഒബ്ജക്റ്റിന്റെ 1 ആംഗിൾ എത്രയായിരിക്കും? 135 ആണ്. നിങ്ങൾ ഈ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച രീതിയാണിത്. ആദ്യം സം ഓഫ് ദ ആംഗിൾ കാണാം. ഈച്ച് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? n-2 ഇൻറ്റു 180/n ആണ്. അത് ഉപയോഗിച്ച് 1 ആംഗിൾ കണ്ടുപിടിക്കാം. അതായത് റെഗുലർ ഒബ്ജക്റ്റിന്റെ ഓരോ ആംഗിളും എത്രയായിരിക്കും വരിക? 135 ആവേണ്ട. ആ 135 ഉപയോഗിച്ച് നമുക്ക് എക്സ് കിട്ടി. പിന്നെ ഫിഗറിൽ നോക്കുമ്പോൾ റേഡിയസും കിട്ടിയാൽ ഒരു ആർക്ക് ലെങ്ത് കാണും. കാരണം പെരിമീറ്റർ ആണ് ചോദിച്ച്, അപ്പൊ ആർക്ക് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ഒരു ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ x/360 ഇൻറ്റു 2πr ആണ്. അതിൽ എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുക്കുക, ആറിന്റെ സ്ഥാനത്തും വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേഷൻ സാവധാനം ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 3/4π എന്നാണ് കിട്ടുക. 3/4π ഒരു ആർക്ക് ലെങ്ത് ആണ്. പക്ഷെ നമുക്കിവിടെ എത്ര ആർക്ക് ലെങ്ത് ഉണ്ട്? 8 ആണ്. ഒബ്ജക്റ്റ് ആയതുകൊണ്ട് 8 ആണ്. അപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6π. അതാണ് നമ്മുടെ ഫിഗറിന്റെ പെരിമീറ്റർ. ഇവിടുന്ന് ഒരു ആർക്ക് ലെങ്ത്, അങ്ങനെ 8 ആർക്ക് ലെങ്ത് ചേർന്നാൽ നമ്മുടെ ഇതിന്റെ പെരിമീറ്റർ കിട്ടും. ആ പെരിമീറ്റർ ആണ് നമ്മുടെ 6π എന്ന് കിട്ടിയത്. 6π സെന്റിമീറ്റർ ആണ് ആർക്ക് ലെങ്ത് ഓഫ് ദ റെഗുലർ ഒബ്ജക്റ്റ്.